പ്രഭാഷണവും ഉദ്ഘാടന പ്രസംഗമൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് ആശംസ അർപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൽ അനൗദ്യോഗികമുണ്ട്. അത് ആദ്യമായിട്ട് പറയുക. ഏതായാലും അൽഹംദുലില്ലാഹ് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുന്ന ഒരു പവിത്രമായ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ സ്വാഗത പ്രാർത്ഥനയും പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നല്ല ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒരു മുൻ തലമുറ ഫോക്കസ് ചെയ്ത ഈ ഭൂമിയിൽ കുറെ കാലങ്ങളൊക്കെ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പിന്നെ നിഷ്ക്രിയമായി, അദ്ദേഹത്തിന്റെ ഭാഷകൾ ഉപയോഗിച്ചാൽ നിഷ്ക്രിയമായി കിടന്നിരുന്ന ഈ പ്രദേശത്ത് ഇത്ര പവിത്രമായ ഒരു സ്ഥാപനം തുടങ്ങാൻ, അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കാൻ സാധിച്ച ഈ സന്തോഷകരമായ നിമിഷത്തിൽ സർവശക്തനോട് നന്ദി പറയാണ്. ഇത് നമ്മുടെ ഒരു സ്ഥാപനമാണ്. ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ അഭിനന്ദനായ ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനെ സംരക്ഷിക്കേണ്ടതും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ നമ്മുടെ ഒക്കെ കടമയാണെന്ന് നമ്മുടെ ഈ അയൽവാസികളും നാട്ടുകാരും ഈ മലത്തിലുള്ള ആളുകളും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله العلي العظيم. ഈ പൂർവാഹന സമയത്ത് വിശുദ്ധ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഈ സുഹൃത സൗഭാഗ്യ സമാഗമത്തിലെ ബഹുമാന്യനായ അധ്യക്ഷൻ വെട്ടിസറ തങ്ങൾ, പിന്നെ ഇവിടെ ഒന്നോ രണ്ടോ നല്ല തങ്ങന്മാരെ സാഗരനെ സംഗീതകരാണ് തങ്ങന്മാരെ പരിപാടിയാണ്. വല്ലാത്ത സന്തോഷം. ഇന്ന് നമുക്കൊക്കെ നാളെ സ്വർഗത്തിന് അള്ളാഹു കാരണമായി സ്വീകരിക്കും. ഇവിടെ ദീർഘമായ പ്രസംഗത്തിനൊന്നും അവസരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കാം. ഞാനൊക്കെ അതിന് മുതിരുന്നില്ല. ഈ നാട് വലിയൊരു സൗഭാഗ്യത്തിനാണ്. ഇതാണ് നാടിന്റെ വെളിച്ചം. ഈ സ്ഥാപനമാണ് നാടിന്റെ വെളിച്ചം. വെളിച്ചം ശരീരത്തിനുണ്ടാൻ പാടല്ലോ, റൂഹിന് വേണ്ട. റൂഹ് ഇരുട്ടായിട്ട് സൂര്യ ഉദിച്ചിട്ടുള്ള കാര്യങ്ങൾ, റൂഹിലേക്കുള്ള പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ കാവലാളുകളാണ് ഇരിക്കുന്നത്. അല്ലാഹു ഞാൻ ഖുർആനിനെ പരിരക്ഷിക്കുമെന്ന് പറഞ്ഞ പോലെ ഹാഫിളുൻ ജംഅക്കിട്ടാ പറഞ്ഞു. ഹാഫിളുൻ എന്നല്ല, ഹാഫിളൂൻ തേക്കീദിന്റെ ലാമാണ്. അങ്ങനെ പറയും, ലാമല്ല ഹാഫിളൂൻ. സ്വാലീഹ് നബിന്റെ ഒട്ടകങ്ങളിൽ ഒരു നബിന്റെ മോചിതത്താണ്. മോചിതത്തേറ്റ് കളിച്ചാണ് ഖുർആന് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മോചിതത്താണ്. അത് സ്വാലീഹ് നബിന്റെ ഒട്ടകമായിരുന്നല്ലോ, അതിനൊക്കെ എത്രയും മേലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലക്ഷക്കണക്കിന് മോചിതത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയരത്തിലുള്ളത് സൂര്യനെ പുലർത്തിയതൊന്നല്ല. സൂര്യനെ മടക്കി വിളിച്ചിട്ടുണ്ട് മുത്തനബി, തിരിച്ചു വന്നിട്ടുണ്ട്. ചന്ദ്രനെ പുലർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ മോചിതത്തല്ല. വലിയ മോചിതത്ത് ഈ ഷോക്കേസ് കാണാൻ സാധനം 30 ഉറുപ്പിക എടുത്തവർക്ക്
അത് കൽബിൽ വന്നാൽ പിന്നെ നരകം ഉണ്ടാവില്ല. അതാണ് ഇതിലുണ്ട് ഒരു ജലാലുദ്ദീൻ ബുഖാരി വളവട്ടം വഫാത്തായി കിടക്കുന്ന ജലാലുദ്ദീൻ ബുഖാരിയുടെ ആ ധാർവാടികത്തിൽ വന്നവരാണ് ഇവരൊക്കെ. ഞങ്ങളും അങ്ങനെ ചിലർ ഒന്നും അറിയാതെ പോയി ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല, ഞങ്ങൾ അവിടുന്ന് ഏതാണ്. പക്ഷെ അതൊക്കെ വസ്തുനിഷ്ഠമായിട്ട് മാറ്റവുമായിട്ട് അല്ലാതെ പറയുന്നത് പൊള്ളാണ്. ആ പൊള്ളു പറഞ്ഞാൽ എന്താണെന്നായിട്ട് വണ്ടികളും ഇതാ ഹദ്ദസ കദിബ വഇദത്തിബ്ന ഖാന വഇദാ വഅദ മഖ്ലഫ.